സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന് നേർക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 500-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. സിറിയയുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനാണ് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത്. അതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി തുർക്കി എത്തി. പ്രകോപനം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്നാണ് ഇസ്രായേലിന് തുർക്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സിറിയയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള കടന്നാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും തുർക്കി അറിയിച്ചു. സിറിയയ്ക്ക് നേരെയുള്ള അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനെ അറിയിച്ചതായും തുർക്കി പറഞ്ഞു. സിറിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ 1.1 മില്യൺ ആളുകൾക്ക് സിറിയയിൽ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യമുണ്ടായെന്നും UN വ്യക്തമാക്കി. സിറിയയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ പലായനം ചെയ്തത്. UN കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് 6,40,000 പേർക്കും, ഇദ്ലിസിൽ നിന്നും 3,34,000 പേർക്കും, ഹാമയിൽ നിന്നും 1,36,000 പേർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബഷർ അൽ അസദിൻ്റെ 24 വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചത്. അതേസമയം ഇസ്രായേലിൻ്റെ സിറിയൻ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്തെത്തി. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സലിവൻ പറഞ്ഞു. സിറിയൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ കടന്നുകയറ്റം തടയാൻ UN ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായതിന് പിന്നാലെയാണ് UN രംഗത്തെത്തിയിരിക്കുന്നത്. ഗോലാൻ കുന്നുകളോട് ചേർന്നുള്ള ബഫർ സോണിൽ ഇസ്രായേൽ സേന നടത്തിയ കടന്നുകയറ്റം ചെറുക്കാൻ ശക്തമായ നടപടി വേണമെന്നാണ് UN-നോട് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. സിറിയയുടെ അതിർത്തിയും പരമാധികാരവും സംരക്ഷിക്കുകയാണ് പ്രധാനമെന്ന് അറബ് രാജ്യങ്ങളും ഇറാനും പറഞ്ഞിരുന്നു. സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഭീകരരുടെ കൈവശമെത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞത്. സിറിയയിൽ അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ ഭരണഘടനയും പാർലമെൻറ്റും സസ്പെൻഡ് ചെയ്തതായി ഇടക്കാല സർക്കാർ അറിയിച്ചിരുന്നു. ഭരണഘടനയിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാൻ നീതിന്യായ മനുഷ്യാവകാശ സമിതികൾ രൂപീകരിക്കുമെന്ന് സർക്കാർ വക്താവ് ഒബൈദ് അർനൗദ് പറഞ്ഞു. 3 മാസം കൊണ്ട് അധികാര കൈമാറ്റം പൂർത്തിയാക്കി രാജ്യത്തിൻ്റെ മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യവും വൈവിധ്യവും നിലനിർത്തുമെന്നും അദ്ദേഹം അറിയിച്ചു.